ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ പഴംപൊരി ബീഫിന് ഫേമസ് ആയിട്ടുള്ള ശ്രീമുരുക കഫേയിൽ വന്നിരിക്കുകയാണ്. പഴംപൊരി ബീഫ് ഇപ്പോൾ നമ്മുടെ പഴംപൊരി ബീഫും വന്നിട്ടുണ്ട്. 3 പഴംപൊരി വീതം, രണ്ടല്ല ഒരു ബീഫ് കറി 2 അല്ല, ഞാൻ മലപ്പുറം 2 പറഞ്ഞ പക്ഷെ ഇപ്പോൾ മാറട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരെണ്ണത്തിന് തുടങ്ങും, 2 കറി തീർന്നില്ലെങ്കിൽ ഒരെണ്ണം പാർസൽ കൊണ്ടുപോകും. കിഡിലും ബീഫാണ് ഇവിടുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വർഷമായി പറയാം ഇവിടുന്ന് കഴിച്ചിട്ടും എനിക്ക് ഇവിടുത്തെ ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. വേറെ ലെവലാണ്. അത് നിങ്ങളൊന്ന് കഴിക്കണം, എന്നാലേ ഫീലിങ്സ് ആവുള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം ഇത് കോമ്പോ. ഇവിടുത്തെ ബീഫ് കറിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയിലുണ്ടാക്കിയ ബീഫാണ്. അത് മണത്തിലാണേലും ടേസ്റ്റും ഒന്നും പറയാനില്ല കാര്യം. അവള് 3 പഴംപൊരി, ഞാൻ 4. എനിക്ക് പഴംപൊരിന്ന് വായിൽ വഞ്ഞില്ല. പഴംപൊരി കറക്റ്റായിട്ട് വഞ്ഞില്ല വായിൽ. നാവ് കുഴയാണ്. ഫുഡ് ഞങ്ങൾ വട്ടിച്ച് തൂത്തട്ടാ. നമുക്ക് പാർസലും മേടിച്ചിട്ടുണ്ട്, ഓരോ പ്ലേറ്റ് ചെയ്തോ. എങ്ങനെയുണ്ട്? കിട്ടിയിലും ഫുഡും. 10 മണി വരെ ഉള്ളു കട. രാവിലെ 6 മണിക്ക് തുറക്കുകയും ചെയ്യും. രാവിലെ 6 മണിക്ക് പഴംപൊരി ബീഫ് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യാം. കിഡിലും ഫുഡ്. ബീഫ് കറി നല്ല അസല് തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ല കിടിലം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിക്കണം. കലക്കം ബീഫ് കറി. ഈ അടുത്തൊന്നും ഇത്രയും സൂപ്പർ കഴിച്ചിട്ടില്ല അല്ലേ? അത്ര കിടിലം. കൊറേ വർഷമായി ഇപ്പൊ കഴിച്ചിട്ട്. ഒരിടക്ക് ഒന്ന് പാർസൽ മേടിച്ചോണ്ട് പോയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കഴിച്ചിട്ട് ഇപ്പൊ 2-3 കൊല്ലായി. ഓക്കെ. അന്ന് ഞാനും അമ്മയും കൂടിയാണല്ലോ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തത്. എന്തായാലും സൂപ്പറാണ്, അടിപൊളിയാണ്. ഇവനാണ് പഴംപൊരി ബീഫ് കോമ്പോ കൊണ്ടുവന്നത്. അതെ, അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.